നമ്മളെല്ലാം പാടുന്നൊരു പാട്ടുണ്ട്, കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുക. എന്റെ പ്രിയപ്പെട്ടവർ, ഈ പാട്ടിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കേണ്ടതാ. ഈ പാട്ട് എഴുതിയത് ജോസഫ് ഉപദേശി എന്ന് പറഞ്ഞൊരു ഉപദേശിയാണ്, ഒരു പാവപ്പെട്ട ഉപദേശി. ഉപദേശിയുടെ ജോലി എന്ന് പറയുന്നത് ഫുൾ ടൈം സുവിശേഷകനാണ്. അദ്ദേഹത്തിന് ഭാര്യയും 3 പെൺകുട്ടികളുമാണുള്ളത്. വാടക വീട്ടിലാണ്. തിരുവല്ല അപ്പുറം മഞ്ഞാടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ അടുത്ത് പോകുന്ന വഴിക്കാണ്. അപ്പോൾ തിരുവല്ല എന്ന് പത്തനംതിട്ടയൊക്കെ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് പ്രിയപ്പെട്ടവരെ അദ്ദേഹം താമസിക്കുന്നു. അവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. പല സ്ഥലങ്ങളിൽ വാടകയ്ക്ക് മാറി മാറി തെക്കൻ കേരളത്തിൽ താമസിച്ചുകൊണ്ടിരുന്നു. പ്രായപൂർത്തിയായ 3 പെൺകുട്ടികളുണ്ട്. അദ്ദേഹം രാവിലെ ബൈബിളും കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ഹൃദയം അങ്ങോട്ട് ജ്വലിക്കുകയാണ്. അദ്ദേഹത്തിന് ജ്വലിക്കണം, സുവിശേഷം പറയാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ സുവിശേഷം പറയണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് എന്ത് ചെയ്യും, ബൈബിൾ എടുത്തോട്ട് പോകും. ബൈബിൾ എടുത്തിട്ട് നേരെ ചില കവലകളിൽ ചെന്ന് നിന്ന്, അദ്ദേഹത്തിന്റെ പ്രത്യേക കള്ള് ഷാപ്പിന് മുമ്പിൽ ചെന്ന് നിന്ന് പോലും സുവിശേഷം പറയും. ആളുകൾ ഓടിക്കും. കള്ള് ഷാപ്പിന്റെ മുമ്പിലൊക്കെ ചെന്ന് സുവിശേഷം പറയും. കള്ള് ഷാപ്പിന്റെ മുമ്പിൽ ചെന്ന് സുവിശേഷം പറയും. കവലകളിൽ നിന്ന് സുവിശേഷം പറയും. പ്രിയപ്പെട്ടവരെ, ചില ദിവസങ്ങളിൽ അദ്ദേഹം അങ്ങനെയല്ല ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ അദ്ദേഹം എന്ത് ചെയ്യും, ഓരോ വീടുകൾ കയറി ഇറങ്ങും. വീടുകൾ കയറി ഇറങ്ങി ഓരോ വീട്ടിൽ ചെന്നിട്ട് ചോദിക്കും, അല്പസമയം വചനം പറഞ്ഞോട്ടെ. ഉവ്വ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കയറി ഇരിക്കാൻ പറഞ്ഞാൽ അകത്ത് കയറി ഇരുന്ന് പറയും, അല്ലെങ്കിൽ മുറ്റത്ത് നിന്നുകൊണ്ട് അവരോട് വചനം പറയും. 10-15 മിനിറ്റ് പ്രസംഗിക്കും. എന്നിട്ട് അദ്ദേഹം അടുത്ത വീട്ടിലേക്ക് പോകും. ഇങ്ങനെ സുവിശേഷം നടത്തിയിട്ടുള്ള മനുഷ്യൻ ആരെങ്കിലും സ്നേഹബുദ്ധിയ എന്തെങ്കിലും കൊടുത്താൽ, അരിയോ സാധനമോ പണമായിട്ടൊക്കെ, അദ്ദേഹം ആരോടൊന്നും പറയത്തില്ല. അദ്ദേഹം നിർബന്ധിച്ച് കയ്യിൽ വെച്ചു കൊടുത്താൽ അതുകൊണ്ടാണ് അദ്ദേഹം ഉപജീവനം നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ളൊരു ഉപദേശിയായിരുന്നു ജോസഫ് ഉപദേശി. പ്രിയപ്പെട്ടവർ, അദ്ദേഹം തിരുവല്ലപ്പുറം താമസിക്കുകയാണ്. ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു. 5 മാസമായി. 5-ാം മാസമാണ് താമസിക്കുന്നത്. അപ്പോ 4 മാസമായിട്ട് അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 4 മാസമേ ഉള്ളൂ. 4 മാസമായിട്ടും വാടക കൊടുത്തിട്ടില്ല, പട്ടിണിയാണ്. അപ്പൊ 5-ാം മാസമായപ്പോ അതിന്റെ ഓണർ വന്നിട്ട് പറഞ്ഞു, ഹൗസ് ഓണർ വന്നിട്ട് പറഞ്ഞു, അതെ എന്റെ ഉപദേശിയോട് എനിക്ക് സ്നേഹവും ആദരവും ബഹുമാനവുമാണ്, പക്ഷേ എനിക്കും ഒരുപാട് ബാധ്യതകളും പ്രാരാബ്ദമുണ്ട്. ഈ വാടകയൊന്ന് കിട്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്റെ വീട്ടിൽ ചെയ്യാനുള്ളതാണ്. ദയവേ ഇത് ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. ഇത് ഉപദേശിക്ക് വലിയ സങ്കടമായി. ഉപദേശി പറഞ്ഞു, എനിക്ക് ഒരു 10-15 ദിവസം കൂടെ സമയം താ. അപ്പൊ 5 മാസം തികയും. 5 മാസത്തെ ഒന്നിച്ച് ഞാൻ വാടക തന്നോളാം. ഈ മനുഷ്യൻ ശക്തമായിട്ട് ദൈവസന്നിധിയിൽ ഈ ഉപദേശി ജോസഫ് ഉപദേശിയും കുടുംബവും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടു. ആ പറഞ്ഞ ഡേറ്റ് എത്തി. 5 മാസം തികയുന്ന ഡേറ്റ് എത്തി. കൃത്യമായ ഹൗസ് ഓണർ വന്നു. ഹൗസ് ഓണർ വന്നിട്ട് പൈസയ്ക്ക് വേണ്ടി കൈ നീട്ടി. 5 പൈസ കയ്യിലില്ല. 5 പൈസ ഇല്ലെന്നല്ല, 2 ദിവസമായിട്ട് പച്ചവെള്ളം മാത്രം കുടിച്ചാണ് ജീവിക്കുന്നത്. മുഴുവൻ പട്ടിണിയാണ് വീട്. 2 ദിവസമായിട്ട് പച്ചവെള്ളം മാത്രം കുടിച്ചാണ് ജീവിക്കുന്നത്. മുഴുവൻ പട്ടിണിയാണ് വീട്. ഇതാണ് അവസ്ഥ. എന്തു പറയാനാ, എന്ത് ചെയ്യാനാ അറിയത്തില്ല. ഈ മനുഷ്യൻ, ഈ ജോസഫ് ഉപദേശി കണ്ണുനീരോടെ വന്നിട്ട് പറഞ്ഞു, ഭാരപ്പെടണ്ട, നാളെ 2 മണിയാകുമ്പോൾ താങ്കൾ വന്ന് ഇതിന്റെ താക്കോല് ഞാൻ ഈ ഉത്തരത്തെ വെച്ചേക്കാം, എടുത്തു. ഞങ്ങൾ 2 മണിയാകുമ്പോൾ ഇവിടുന്ന് പൊക്കോളാം. ഉറപ്പായിട്ടും 5 മാസത്തെ കുടിശ്ശിക ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തന്നോളാം. താങ്കൾ ഭാരപ്പെടേണ്ട, നാളെയും കൂടി ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോളാം. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഒന്നും മിണ്ടാതെ തിരിച്ചുപോയി. ആ നിമിഷം മുതൽ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് കുടുംബം. ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കും. പക്ഷെ ഒരു അത്ഭുതം പ്രവർത്തിച്ചില്ല. പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. പിറ്റേന്ന് ഉച്ചയ്ക്ക് 2 മണി, അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസം അന്നേരം ഉച്ച കഴിഞ്ഞ് 2 മണി സമയമായപ്പോൾ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹവും കുടുംബവും, അദ്ദേഹം ഡ്രസ്സൊക്കെ, തുണി സാധനങ്ങളൊക്കെ എടുത്ത്, വലിയ ബാഗൊന്നുമില്ല, ഭാണ്ഡക്കെട്ട് പോലെ മറ്റു വലിയ തുണിയിൽ ബെഡ്ഷീറ്റിൽ കെട്ടി ഇദ്ദേഹവും കുടുംബവും, ഇദ്ദേഹവും ഭാര്യയും 3 മക്കളും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. വളരെ സാവകാശം ഒരു 4 മണി സമയം കഴിഞ്ഞപ്പോ വളരെ പതുക്കെ മുറ്റത്ത് കുറെ നേരം ഇരുന്നു. അതിനുശേഷം കുറച്ച് താഴത്തെ മുറ്റത്തേക്ക് ഇറങ്ങിയിരുന്നു. അങ്ങനെ പതുക്കെ ഒരു 4 മണിയായപ്പോൾ ബസ് സ്റ്റോപ്പിൽ ചെന്നു. എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല. എങ്ങോട്ടെങ്കിലും പോണേ തന്നെ വണ്ടിക്കൂലിക്ക് നയാ പൈസ കയ്യിലുമില്ല. ബസ് സ്റ്റോപ്പില് ജോസഫ് ഉപദേശിയും ഭാര്യയും 3 മക്കളും കൂടെ, അതും പ്രായപൂർത്തിയായ 3 പെൺകുട്ടികളും കൂടി ഇരിക്കുക. ആളുകളൊക്കെ പോകുന്നവരൊക്കെ കണ്ട് ചിരിക്കുകയും ഉപദേശി എവിടെ പോവാന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്ത് ആളുകൾ അടുത്ത് വന്നൊന്നും ചോദിക്കുന്നൊന്നുമില്ല. സന്ധ്യയാകും തോറും ഉപദേശിയുടെ കണ്ണിൽ നിന്ന്, അദ്ദേഹത്തിന്റെ സാക്ഷ്യം എങ്ങനെയാണ്, കണ്ണിൽ നിന്ന് ശരിക്കും ചോരയാണ് വരിക. കണ്ണുനീരല്ല, ചോരയാണ്. കണ്ണുനീര് വറ്റി. എന്ത് ചെയ്യും അറിയത്തില്ല. തമ്പുരാനെ മാത്രം മുറുകെ പിടിച്ചുള്ളൊരു ജീവിതം എന്ത് ചെയ്യും അറിയത്തില്ല. ഇരുട്ടി തുടങ്ങി. ഈ സമയത്ത് ആ നാട്ടിലെ
ഇത് പുതുപ്പണക്കാരനായ മനുഷ്യൻ, എന്നാൽ പക്കാ കർഷകനായിരുന്നു. മക്കൾ 2 പേര് മിടുക്കരായിരുന്നു. മൂത്തവൻ പഠിച്ച് സ്കോളർഷിപ്പ് കിട്ടി അമേരിക്കയ്ക്ക് പോയി, നല്ല ജോലി കാര്യം പഠിച്ച് ജോലിയായി. ഇളവനെ കൊണ്ടുപോയി, അവനും അവിടെ നല്ല ജോലിയായി. മൂത്തവന് അവിടെ നല്ല രീതിയിൽ നല്ല അവിടെ വീടായി, നാട്ടിലൊരു ഭയങ്കര വീട് വെച്ചു. അനിയനും തൊട്ടിപ്പുറം മറ്റൊരു വീട് വെച്ചു. 2 വീട്, വീടിൽ നിർത്തി 2 വീടായി. സ്ഥലമൊക്കെ കുറെ മേടിച്ചു. മൂത്തവൻ വിവാഹം കഴിച്ചു. ഈ സാഹചര്യത്തിൽ നല്ല സമൃദ്ധി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, എന്നാൽ ദൈവാശ്രയമുള്ള മനുഷ്യനാണ്. ഇദ്ദേഹം ഇടയ്ക്ക് ഉപദേശി ആ വീടിന്റെ വാക്കുകൂടെ പോകുമ്പോൾ വീട്ടിലേക്ക് വിളിച്ചു കയറ്റി വചനം കേൾക്കുകയും അദ്ദേഹത്തിന് ചില സഹായങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അപ്പൊ ഈ ഉപദേശി അദ്ദേഹം ഇടയ്ക്ക് തന്റെ ഒരു വേലക്കാരനെയും കൊണ്ട് നടന്നു പോകുന്ന വഴിക്ക് ഈ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഈ ഉപദേശിയും കുടുംബം ഇരിക്കുന്നതൊക്കെ കണ്ടു. പക്ഷെ ശ്രദ്ധിച്ചില്ല, അങ്ങ് പോയി. തിരിച്ച് സന്ധ്യയായി പോകുന്നപ്പോൾ അതേപടി ഇരിക്കുന്നത് കണ്ടപ്പോൾ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, എന്താ പറ്റി ഉപദേശി, കാര്യം എന്താ ഇങ്ങനെ ഇരിക്കണേ? അതേപോലെ ഒന്നുമില്ല. ഉപദേശി കാര്യം പറ, എന്നെ വിഷയം പറഞ്ഞു. ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരണ്ടോ, ഒന്നും ഒരു പോക്കടയില്ല, നയാ പൈസ കയ്യിലില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഇദ്ദേഹം ഒരു ചിരി ഇരിച്ചിട്ട് പറഞ്ഞു, എന്റെ പൊന്നു ഉപദേശി, ഇത്രയും കാര്യമുള്ളൂ. ഈ മനുഷ്യൻ തന്നെ ഒരു ഭാണ്ഡക്കെട്ടിങ് എടുത്തു, ഇവരുടെ ആ സാധനങ്ങളുടെ ഭാണ്ഡക്കെട്ട് എടുത്തു. തന്റെ കൂടെയുള്ള വേലക്കാരനോട്, എടാ ഒരു ഭാണ്ഡക്കെട്ടിങ് എടുക്കാൻ പറഞ്ഞു. അദ്ദേഹം അവന്റെ തലയിലോട്ട് 2 ഭാണ്ഡക്കെട്ട് എടുത്തു വെച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ കൂടെ വരാൻ പറഞ്ഞു. ഉപദേശി വെച്ചു, എങ്ങോട്ടാ? അപ്പം പറഞ്ഞു, എന്റെ മൂത്തവൻ വീട് വെച്ചു, ഇളയവനും ഇതാ തൊട്ടപ്പുറം വലിയൊരു വീട് വെച്ചു. ഇളയവൻ വെച്ച വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. മൂത്തവൻ വലിയൊരു വീട് വെച്ചു, അതിനൊരു ഔട്ട് ഹൗസ് ഉണ്ട്. ഇന്നലെയും കൂടെ വൈകിട്ട് അമേരിക്കയിൽ നിന്ന് വിളിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, വീട്ടിൽ ആൾപെരുമാറ്റം ഇല്ലാതെ വെറുതെ കിടന്ന് വീട് പോവാണ്. ആ ഗസ്റ്റ് ഹൗസ് ഔട്ട് ഹൗസിലേക്ക് ആരെങ്കിലും ഒരു പാവപ്പെട്ട കുടുംബത്തെ താമസിച്ച്, ഇത് വാടകയ്ക്ക് കൊടുക്കാനൊട്ട് താല്പര്യമില്ല, അതുകൊണ്ട് ആ ഔട്ട് ഹൗസിലേക്ക് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവരെ താമസിപ്പിച്ചിട്ട് അവരോട് വീടും പരിസരവും ഒന്ന് ഭംഗിയായിട്ട് ഇടാൻ പറ. വാടക ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇന്നലെ വൈകിട്ടും കൂടെ മകൻ പറഞ്ഞ ഉപദേശിക്ക് വരാൻ പറഞ്ഞു. നേരെ കൂട്ടിക്കൊണ്ട് ഔട്ട് ഹൗസിൽ ചെന്നു. ഔട്ട് ഹൗസ് തുറന്നിട്ട് പറഞ്ഞു, വേണ്ട ഉപദേശി ഔട്ട് ഹൗസിലല്ല, ഉപദേശി വീട്ടിൽ തന്നെ താമസിക്കണമെന്ന് പറഞ്ഞ് ആ വലിയ വീട് ഉപദേശിക്കായിട്ട് തുറന്നിട്ട് കൊടുത്തു. അതിനുശേഷം ആ സാധനങ്ങളെല്ലാം അവിടെ തിരിച്ചു വെച്ചപ്പോൾ ഈ മനുഷ്യന് മനസ്സിലായി, പാത്രങ്ങളേ ഉള്ളൂ, അരിയോ സാധനമൊന്നുമില്ല. അന്നേരം തന്റെ വീട്ടിൽ നിന്ന് കുറെ അധികം അരിയും സാധനം എടുത്തോണ്ട് വന്നു, അവർക്ക് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അന്ന് രാത്രിയിൽ 3 ദിവസത്തിന് ശേഷം അരി വെച്ച് കഞ്ഞി വെച്ച് വയറ് നിറച്ച് കഞ്ഞി കുടിച്ച് സുരക്ഷിതമായ ഒരു വീട്ടില് ഉറങ്ങാൻ കിടക്കുകയാണ്. ഭാര്യയും മക്കളും വളരെ വേഗത്തിൽ ക്ഷീണം കാരണം കൂർക്കം വലിച്ച് ഉറങ്ങാൻ തുടങ്ങി. പക്ഷെ ഇദ്ദേഹത്തിന് കടന്നിട്ട് ഉറക്കം വരുന്നില്ല. പാതിരാത്രി ചാടി എഴുന്നേറ്റു. ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് ആ മെഴുകുതിരി വെളിച്ചത്തില് മുട്ടുകുത്തി നിന്നുകൊണ്ട് ആ മനുഷ്യൻ ചങ്ക് പൊട്ടി എഴുതിയ പ്രിയപ്പെട്ടവരെ വരികളാണ് നമ്മളിപ്പോ പാടിയത്. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുക. നിന്റെ കണ്ണുനീരിനെ മറികടന്നു പോകാത്തൊരു ദൈവമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രത്യേക പോയിന്റ് ഉണ്ട്, ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ചില നിമിഷങ്ങളുണ്ട്. നമ്മളങ്ങ് സ്റ്റക്കായി പോകും. എന്ത് ചെയ്യണമെന്നറിയാതെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ആയിപ്പോകുന്ന സമയമുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ 2 കരവും ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട്, എന്റെ കർത്താവേ, എന്നെ കൊണ്ട് കഴിയില്ലപ്പാ, 1 ഇഞ്ച് മുമ്പോട്ട് പോകാൻ പ്രാപ്തിയില്ലപ്പാ, എനിക്ക് നീ ഉള്ളപ്പാ എന്ന് പറഞ്ഞ് നിന്ന് പോകുന്ന ചില നിമിഷങ്ങളുണ്ട് ജീവിതത്തിൽ. പ്രിയപ്പെട്ടവരെ, എല്ലാം അവസാനിച്ചു എന്ന് ലോകം വിധി എഴുതുമ്പോൾ ദൈവം പ്രവർത്തിച്ചു തുടങ്ങും.